അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇതൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേയായി വീഡിയോസ് ചെയ്യണമെന്ന് കരുതുന്നത്, പക്ഷേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം അങ്ങനെ ഒത്തു കിട്ടുന്നില്ല. അപ്പം ഇന്ന് ഞാനൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് കൂടിയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ചോക്ലേറ്റ് ഗണാഷാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് ചോക്ലേറ്റ് ഇല്ല, ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ അതെടുത്താലും മതി. 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഏതായാലും മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഇതിവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ടൈം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/3 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എത്രയാണ് മധുരം വേണ്ടത് അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ ക്രീം ഇതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ, അതായത് ഇതുപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ക്രീം ചീസിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രയാണോ വേണ്ടത് അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പം 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 അല്ലെങ്കിൽ 4, നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ളത്, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളത് അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡെസേർട്ടിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള ക്രീം ഇതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതിലേക്ക് ഈ ഒരു ഡെസേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിത് യൂണിബിക്കിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം കാണാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു ബിസ്ക്കറ്റ് പോലെ തന്നെയാണ്, പക്ഷേ ടേസ്റ്റൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ശരിക്കും ആ ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒരു ഡൂപ്പാണ് കേട്ടോ ഈ ഒരു ബിസ്ക്കറ്റ്, യൂണിബിക്കിൻ്റെത്. അപ്പം ഈ ഒരു ബിസ്ക്കറ്റാണ് ഞാൻ ഈ ഒരു ഡെസേർട്ട് ആക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം ഇത് നമുക്ക് പിന്നെ ഇതുപോലൊരു കണ്ടെയ്നറിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ബിസ്ക്കറ്റും പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു കണ്ടെയ്നറിൽ ഫസ്റ്റ് ലെയറായിട്ട് വെച്ചെടുക്കാം. ആ പാലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാലിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഇതിലേക്കൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു പാലിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു കണ്ടെയ്നറിൽ ഫസ്റ്റ് ലെയറായിട്ട് വെച്ചെടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ ഇതിവിടെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് ഈ ഒരു ഫസ്റ്റ് ലെയറിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടല്ലോ, അത് ഇതിന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മേലെയായിട്ട് നമ്മളിപ്പം ബീറ്റ് ചെയ്തെടുത്ത ആ ഒരു വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും ഈ ഒരു ക്രീമിന് മേലെയായിട്ട് ചോക്ലേറ്റ് ഗണാഷാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇതിന് മേലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഈ ഒരു ചോക്ലേറ്റ് ഗണാഷാണ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇപ്പം ചെയ്ത ആ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് ഇതുപോലെ ഇങ്ങനെ പാല് ഡിപ്പ് ചെയ്തിട്ട് വെക്കാം, അതിന് മേലെ ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്യാം, പിന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ അതിന് മേലെ വീണ്ടും ചോക്ലേറ്റ് ഗണാഷ്. അതുപോലെ ഇപ്പം നമ്മളിപ്പം ചെയ്തതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തെടുക്കാം. ഒരു 4 ലെയറായിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു ക്രീമിന് മേലെ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ആക്കിയിട്ട് നമുക്ക് വേണ്ടതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് വേണ്ടതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഡെസേർട്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 1-2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ ഈ ഒരു ഡെസേർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. നല്ല സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയായി വീണ്ടും കാണാം. അതുവരെ ബൈ.